എന്തായാലും വളരെ സന്തോഷമുണ്ട്. നല്ല നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് വെക്കേഷൻ സമയമാണ് അല്ലേ? വെക്കേഷൻ കാലഘട്ടത്തിൽ പാരൻസിൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ 2 മാസക്കാലം എങ്ങനെയാണ് തങ്ങളുടെ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നതായിരിക്കും. എവിടെയെങ്കിലും ക്യാമ്പുണ്ടോ, എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അന്വേഷണത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരിക്കും ചിലപ്പോൾ പാരൻസ്. യഥാർത്ഥത്തിൽ അത് അത്യാവശ്യമാണ് താനും അല്ലേ? 2 മാസക്കാലം എന്ന് പറയുന്ന 60 ദിവസം മക്കളെ ഏറ്റവും നല്ല ശിക്ഷണത്തിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ വെക്കേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, അൽഹംദുലില്ലാ 2 മാസക്കാലത്തെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന്. ഈ വെക്കേഷൻ സമയത്താണ് ഇവിടെയുള്ള മക്കൾക്കുള്ള സർഗാത്മക കലാവിഷ്കാരങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾക്കും വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും. കാരണം അവരുടെ അധിക സമയവും സ്ക്രീനിൽ നിന്നും മാറിയിട്ടവർ അവരുടെ കലാപരിപാടികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടാകും അല്ലേ? സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്ന, ഒരു സമയത്ത് അഡിക്ഷനായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന, എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണിൽ നിന്നും സ്ക്രീനിൽ നിന്നും അവരെ ഒന്ന് മാറ്റി നിർത്തി അവർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുക എന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ശതമാനം പാരൻസിനെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. അപ്പം അൽഹംദുലില്ലാ, ഞാൻ വിചാരിക്കുന്നു മദ്രസ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെക്കുറിച്ചുള്ള പഠനം, നമസ്കാരത്തെക്കുറിച്ചും ആരാധനാനിഷ്ഠകളെക്കുറിച്ചും ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ അവരിലെ സർഗാത്മക ശേഷി, അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കൂടി ഉദ്ദേശിക്കുന്ന മദ്രസ പഠനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. കാരണം ചിലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരൊറ്റ വരിയിലെ 2 വരി അല്ലെങ്കിൽ 2 വരി പാട്ട് മതിയാകും വലിയൊരു മെസ്സേജ് പാസിങ്ങിന് അല്ലേ? 2 വരി പാട്ട് മതിയാകും വലിയൊരു ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. 2 വരി മതിയാകും. ചിലപ്പോൾ ഒരു കുഞ്ഞു നാടകം മതിയാകും വലിയ ഒരു മെസ്സേജിനെ, വലിയൊരു സന്ദേശത്തിനെ നമ്മളിലേക്ക് എത്തിക്കുവാൻ. വിശുദ്ധ ഖുർആനിനെ മനോഹരമായി പാരായണം ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി മതിയാകും വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേറ്റുവാൻ നമ്മളെ പ്രേരിപ്പിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മനോഹരമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. വരണ്ട രീതിയിൽ നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെ പഠിക്കരുത് എന്നതാണ് പാരൻറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ വശം. അതുകൊണ്ട് തന്നെ ഇത്തരം മദ്രസകൾ അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറച്ചു കാലങ്ങളായി നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് കേട്ടുവരുന്ന കുറച്ച് കാലങ്ങളുണ്ടല്ലേ? താമരശ്ശേരിയിലെ ഷഹബാസുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ നമ്മൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ പാരൻസ് എന്ന അർത്ഥത്തിൽ നമ്മൾ വല്ലാതെ ഷോക്കായി പോയ ചില സമയങ്ങളായിരുന്നു അത്. എങ്ങനെയാണ് 10ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ മാരകമായ ആയുധങ്ങൾ വെച്ച്, ഉപകരണങ്ങൾ വെച്ച് തലക്കടിച്ച്, ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച്, അവൻ്റെ കണ്ണ് കണ്ടില്ലേ കൊഴിഞ്ഞു വീഴാറായതുപോലെ ഇല്ലേ എന്ന് പറയുന്ന കൂട്ടുകാരെ, സമപ്രായക്കാരായ കൂട്ടുകാരെ നമുക്കെങ്ങനെയാണ് സങ്കല്പിക്കാൻ സാധിക്കുക? അപ്പോൾ അടിച്ച് നിലത്തി വീഴാറാവുന്നത് വരെ അടിച്ചുകൊണ്ടിരിക്കാം. കുറച്ചൊരു ചോര കാണുമ്പോൾ തന്നെ വല്ലാണ്ട് പേടിയാവുന്ന നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വളർന്നു പോയത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ ചാറ്റ് ബോക്സ് നമ്മൾ കണ്ടതാണ്. നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ അവർ നടത്തിയ, സുഹൃത്തുക്കൾ പരസ്പരം നടത്തിയ ചാറ്റ് ബോക്സ് നമ്മൾ കണ്ടതാണ്. എടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവൻ മരിച്ചു പോയാലോ അല്ലേ? ആ ചാറ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടതും ചിലപ്പോഴും നമ്മുടെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ ചാറ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു ഗെയിമിങ്ങിൻ്റെ പിക്ചറായിരുന്നു, ഒരു ഗെയിമിൻ്റെ ചിത്രമായിരുന്നു, അതിലെ ക്യാരക്ടറുടെ ചിത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ വെടിവെക്കുകയും ഷൂട്ട് ചെയ്യുകയും വെടിവെച്ചിടുകയും കാറിടിക്കുകയും ചെയ്യുന്ന ഒരു അക്രമവാസന ഗെയിമിങ്ങിലൂടെ തന്നെ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത മാതാപിതാക്കൾ എന്ന് പറയുന്നത്
എത്ര അപകടകരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആ ചർച്ചകൾ നടന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരോടും വലിയ വലിയ മനുഷ്യർ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന ആദ്യ പാഠങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും, നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇത്രമാത്രം ഇങ്ങനെ പഠിച്ചതെന്ന്. കാരണം പക വീട്ടാനുള്ളതാണ് എന്നതാണ് അവരുടെ കമൻറ്റ് അല്ലേ. വേണ്ടടാ, സാരമില്ല, പോട്ടെ എന്ന് പറയുമ്പോഴേ കൂട്ടുകാരൻ പറയും പറ്റൂല, പക അത് വീട്ടാനുള്ളതാണ്. പുതിയ കമൻറ്റുകളാണത്. അതല്ല, പുറത്തു കൊടുത്തേക്കട, വേണ്ടട, സാരമില്ല എന്ന് പറഞ്ഞാൽ എന്ത് തന്ത വൈബാണടോ നിനക്ക് എന്ന് പരിഹാസ ചോദ്യം വരും. വീണ് കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എന്നാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അവരുടെ തന്നെ സുഹൃത്തുക്കൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു പാട്ട് പാടും, നന്മയുള്ള ലോകമേ എന്നുള്ള പാട്ട് ഇല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളെയും പരിഹസിച്ച് പുച്ഛിക്കുക എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ പൊറുത്തു കൊടുക്കുക, ഏഴാൻ ആകാശത്തു നിന്നും അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുമെന്ന് പറയുന്ന അധ്യാപനങ്ങളാണ് നമ്മുടെ മക്കളുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് വരണ്ടു കിടക്കുന്ന വിശുദ്ധ ഖുർആനയല്ല, അത് വിശാലമായ അർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്ത് നൂറിലെ ഒരായത്തുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്ത് ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപവാദ പ്രചരണത്തിൻ്റെ കഥയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷയെക്കുറിച്ച്, ആയിഷ ബീവിയെക്കുറിച്ച് ഒരു സ്വഹാബിയുമായി ചേർത്ത് വെച്ച് അപവാദം ആളുകൾ പറഞ്ഞപ്പോൾ എല്ലാവരും അത് സത്യമാണെന്ന് കുറേ ആളുകൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചപ്പോൾ ചില ആളുകൾ ആയിഷ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയപ്പോൾ അവസാനം ഏഴാൻ ആകാശത്തു നിന്നും അള്ളാഹു ഇടപെടുന്നുണ്ട്. അള്ളാഹു ഇതാ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു വാർത്ത വന്നെത്തിയാൽ നിങ്ങൾ അതേപടി നിങ്ങളത് തൊണ്ട തൊടാതെ വിഴുങ്ങരുത്, അത് സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾക്ക് താക്കീത് നൽകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരനായ മിസ്തഹ് ഇബ്നു ഉസാസ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. കുറച്ച് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒടുവിൽ അറിയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ആയിഷയെക്കുറിച്ചുള്ള അപവാദ പ്രചരണത്തിൽ മിസ്തഹ് ഇബ്നു ഉസാസയും മുൻപിലുണ്ടായിരുന്നു എന്ന്. അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ സ്വാഭാവികം അല്ലേ, അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വന്നു എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം ചെയ്ത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്ത്, ഇനി ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല, സാമ്പത്തിക സഹായങ്ങളും ഒന്നും ചെയ്യില്ല. മിസ്തഹ് അതിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടത്, മിസ്തഹിന് എങ്ങനെയാണത് തോന്നിയത് എന്ന് വല്ലാതെ സങ്കടപ്പെട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ അപ്പോഴാണ് ഏഴാൻ ആകാശത്ത് നിന്നും അള്ളാഹുവിൻ്റെ വഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത്. സൂറത്ത് നൂറിലെ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർക്ക് നിങ്ങൾ പൊറുത്തു തരണമെന്ന ആയത്ത് അവതരിച്ച സമയത്ത് ആയിഷ ബിബി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി വെച്ചപ്പോൾ എൻ്റെ ഉപ്പ ഇരുന്ന് വിതുമ്പി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് കരഞ്ഞ് താടിരോമങ്ങളൊക്കെ നനഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അള്ളാഹുവേ, വല്ലാഹി അന്നാ നുഹിബ്ബു അൻ യഗ്ഫിർ ലനാ യാ റബ്ബന, നാഥ ഞങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ എന്ന് കരഞ്ഞ് വിതുമ്പി പ്രാർത്ഥിക്കുന്ന അബൂബക്കറിനെ, എൻ്റെ ബാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അഥവാ നന്മയുടെ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഓതുമ്പോൾ അവിടെ ഒന്നും അങ്ങനെ സ്റ്റക്കാകുവാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വലിയൊരു ആത്മീയമായ ആനന്ദം അല്ലേ. അത് നമുക്ക് കാലങ്ങളായിട്ട് എന്തുകൊണ്ടോ മുസ്ലിം സമുദായത്തിന് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ആയത്തുണ്ട്, എത്രയോ പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതുന്നവരായിരിക്കും നമ്മളല്ലേ. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് വിതുമ്പിയതുപോലെ സൂറത്ത് യാസീനിലെ ഏതെങ്കിലും ആയത്തോതുമ്പോഴേ നമ്മൾക്ക് വിതുമ്പി കരയാൻ തോന്നിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ നമസ്കാരത്തിന് വേണ്ടി ഇമാം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തത് വംതാസില്ലു മഅയ്യഹൽ മുജ്രിമൂൻ,
അലം അഹ്ദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നായത്താണ്. ഇമാമ നിൽക്കുകയാണ്. അങ്ങനെ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആയത്ത് പാരായണം ചെയ്യുന്നില്ല. അപ്പോൾ സ്വഹാബാക്കൾ വിചാരിച്ചു മറന്നുപോയതായിരിക്കും. അവരെന്ത് ചെയ്തു? അടുത്ത ആയത്ത് പറഞ്ഞു കൊടുത്തു. പക്ഷെ പ്രവാചകനോദിയില്ല. പ്രവാചകൻ പിന്നെയും പറയാണ്, അയ്യുഹൽ മുജ്രിമൂൻ അലം അഹ്ദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. രണ്ടാമതും പറഞ്ഞു കൊടുത്തു സ്വഹാബാക്കൾ, പ്രവാചകനോദിയില്ല. മൂന്നാമതും പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ പിന്നെയും ആ ആയത്ത് തന്നെയാണ് ഓടുന്നത്. ഒടുവിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ യാ റസൂലല്ലാ, താങ്കൾക്ക് എന്ത് പറ്റി? ഞങ്ങൾ പറഞ്ഞു തന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ബാക്കി ഓതാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പി കരയുന്നതാണ് സഹാബാക്കൾ കാണുന്നത്. എന്തു പറ്റി പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ആ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നാളെ അള്ളാഹുവിൻ്റെ അടുക്കലെ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയുമായിരുന്നു ശരി എന്ന് കരുതേ എനിക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ഉറപ്പിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടര് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഓടി പോകുമ്പോഴേ എങ്ങോട്ടാണോ ഇങ്ങനെ കുതിച്ചു വരുന്നത്, നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്. അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്. ഇന്നെനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ അടിമകൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് എന്ന് പറയുന്ന ആ സമയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണിൽ വിഷ്വലൈസ് ചെയ്യാൻ, നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് കാണുവാൻ, ഒന്ന് സങ്കല്പിച്ച് നോക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ അല്ലേ? നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മുടെ മക്കൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ അതിൻ്റെ മാധുര്യം കുഞ്ഞു പ്രായത്തിൽ തന്നെ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നനിമ പോലെയുള്ള മദ്രസ അത്തരത്തിലുള്ള വലിയ ഒരു പ്രയത്നത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴേ, അധ്യാപനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴേ അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നതുകൂടി അവർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മ ചെയ്യുമ്പോൾ പരിഹസിക്കുന്ന ഒരു കൂട്ടരെയല്ല, മറിച്ച് നന്മ ചെയ്യുമ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളത്. മദ്യത്തിൻ്റെ പേരിൽ നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി, ഞാനത് കുടിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നുണ്ട്, എന്തൊരു രസാണടോ, ഒന്ന് സിപ്പടിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറ്റൂലടോ എന്ന് നോ പറയാൻ കപ്പാസിറ്റിയുള്ള, അതിന് ഗഡ്സുള്ള ഒരു തലമുറയാണ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം. എസ് എന്ന് പറയുക മാത്രമല്ല കപ്പാസിറ്റി, നോ എന്ന് പറയുവാൻ ആത്മധൈര്യമുള്ള ഒരു തലമുറയാണ് തീർച്ചയായിട്ടും ഇസ്ലാം സൃഷ്ടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുവാൻ സാധിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാൻ സാധിക്കുന്ന ഒരു ഉത്തമ തലമുറ തീർച്ചയായിട്ടും ഇത്തരം മദ്രസകളിലൂടെ നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അനന്തരാവകാശത്തെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുകയാണ് അല്ലേ? വഖഫിനെ കുറിച്ചാണ് നിലവിൽ ഡിസ്കഷൻ നടക്കുന്നത്. എന്താണോ വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കാണ് എന്താണ് വഖഫ് എന്ന് പറയാൻ പറ്റുക? അതൊരു അറബി പദം അല്ലേ? നമ്മൾ അറിഞ്ഞിട്ട് വേണമല്ലോ ഇത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇതാ വഖഫ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ സ്വത്തൊക്കെ പോകും എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതെന്താപ്പ ഈ വഖഫ്? എന്താണ് വഖഫ് എന്ന് ഒരു പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം നമ്മുടെ ഭാവി തലമുറ. ഇസ്ലാമിൽ ആണിൻ്റെ പകുതിയാണ് അനന്തരാവകാശം പെണ്ണിന് എന്ന് കേൾക്കുമ്പോൾ പെണ്ണിനെ വല്ലാണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ത്തിക്കെട്ടുന്നുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇസ്ലാം ഭയങ്കര പെൺവിരുദ്ധമാണ് എന്ന് പറയുന്നവരോട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാമടോ എന്ന് ചോദിച്ചുകൊണ്ട് മറുപടി പറയുവാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് അല്ലേ? അതിൽ സുദുസും റുബും ഹുമുസും അത്രമാത്രം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് അനന്തരാവകാശമെന്നും സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്ത് മുതൽ അതിമനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന കുടുംബബന്ധം, യതീം മക്കൾ, ബഹുഭാര്യത്വം, മഹർ, അനന്തരാവകാശം,
ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികത്തിൻ്റെ കെട്ടുമട്ടിനെ വളരെ മനോഹരമായിട്ട് ഭദ്രമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് പകുതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉത്തരം പൂർണ്ണമാവില്ല. അത് പറയണമെങ്കിൽ പെണ്ണിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം, ആണിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം, എന്തിനധികം ഈ വാക്കെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. എന്താണത്? ഒന്നുമില്ലെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് മരിക്കുക എന്ന് വിചാരിക്കുക. അനന്തരാവകാശം എന്ന് പറയുമ്പോൾ ഉള്ള മനുഷ്യൻ തന്നെയല്ലല്ലോ മരിക്കുക. എല്ലാവർക്കും 40 ലക്ഷം അക്കൗണ്ട് ബാലൻസ് വെച്ചുകൊണ്ടല്ലല്ലോ മരിക്കുക. 2 നില വീടും നല്ല 2 ഏക്കർ പറമ്പും വെച്ചുകൊണ്ടല്ല മരിക്കുക. എല്ലാവരും ആ പൊസിഷനിലായിരിക്കില്ല മരിക്കുക. ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേക്കും വീടും സ്ഥലവും വിറ്റിട്ടുണ്ടാവുമെന്ന് മാത്രമല്ല, ചിലപ്പോഴേ അദ്ദേഹം വാങ്ങിയ കടത്തിൻ്റെ പേരിൽ കണ്ണീരാഴ്ത്തുന്ന ഒരു കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് ആ മയ്യത്ത് അവിടെ കിടത്തിയതിന് ശേഷം ഉറ്റവരായ ബന്ധുക്കൾ എഴുന്നേറ്റ് നിന്ന് പറയണം, ഈ മനുഷ്യൻ്റെ കടബാധ്യത ഏറ്റെടുക്കുവാൻ ഇതാ ഞാനുണ്ടട്ടോ എന്ന് പറയുന്ന കുടുംബ ബന്ധത്തിനെ കുറിച്ചു കൂടിയാണ് ഇസ്ലാം പറയുന്നത്. അപ്പോഴാണ് അവിടെ ചോദ്യം പ്രസക്തം. എന്തിനാണടോ സഹോദരന് ഇത്തിരി, എന്തിനാണടോ സഹോദരിക്ക് ഇത്തിരി, അല്ലേ? അപ്പം നിങ്ങളിങ്ങനെ മക്കൾ ഉപ്പ ഇതല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ ഈ വിധിയെ, അള്ളാഹുവിൻ്റെ നീതിപൂർവമായ പങ്കുവെപ്പിനെ, മനുഷ്യബന്ധത്തിനെ, നീതിയെ, ബാധ്യതയെ, ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ അത് പറഞ്ഞ് പഠിക്കുകയും കുടുംബത്തിലത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്, ആ നീതി നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഇത്തരം മദ്രസകളിലൂടെ, അവർ പഠിക്കുന്ന വർത്തമാനങ്ങളിലൂടെ, പാഠങ്ങളിലൂടെ, അവർക്ക് അവരുടെ അധ്യാപകർ പകർന്നു നൽകുന്ന മൂല്യങ്ങളിലൂടെ മനോഹരമായ ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവേണ്ടതുണ്ട്. ഞാനുണ്ടടോ, നീ എന്ന പോരല്ലേ എന്ന് ചോദിച്ചാൽ വരൂ, നമുക്ക് മതിലുകൾ പൊളിക്കാം, വളയങ്ങൾ ഇല്ലാതാക്കാം, ഞാനും അവനും ഒരുമിച്ചിരുന്നാൽ എന്താ ആകാശം പൊളിഞ്ഞു വീഴുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അടുത്ത് നിന്ന്, അല്ലേ, ഞാനും അവനും ഒരുമിച്ചിരുന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന് ചോദിക്കാം. അത്തരം ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലൂടെ സാധിക്കണം. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ മക്കളല്ലേ. തീർച്ചയായിട്ടും അവർക്ക് നൽകിയ ഇസ്ലാമിക ദീനി പഠനത്തെക്കുറിച്ച് നാളെ അന്ത്യനാളിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണ് അവർക്ക് നൽകിയത്? നൽകേണ്ടത് നൽകിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും നാളെ നമ്മൾ മരിച്ചാൽ കണ്ണീരോടുകൂടി മയ്യത്ത് നമസ്കരിക്കുവാൻ പ്രാപ്തനായ ഒരു മോനും മോളുമാണോ അവർ? അതല്ല, എന്താണ് മയ്യത്ത് നമസ്കാരമെന്നോ എങ്ങനെയാണത് നിർവഹിക്കേണ്ടതെന്നോ അറിയാതെ കൂലിക്ക് വേറൊരാളെ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു മനുഷ്യൻ മരിച്ചു മറമാടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ മാത്രമായിരിക്കും. അവൻ്റെ 3 കാര്യങ്ങൾ മാത്രമായിരിക്കും, അല്ലേ? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് അതിൽ പ്രധാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവൻ്റെ സ്വാലിഹായ കർമ്മങ്ങൾ, ജാരിയായ സ്വതഖ. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് എൻ്റെ നാഥൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക? ഇങ്ങനെ പഠിക്കുന്ന മക്കളായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. അതിനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അവിടെ കൂടെ ഇരിക്കുവാനും ചില പാഠങ്ങൾ നമ്മളും കൂടെ പഠിക്കുവാനും, അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കണം. അവരുടെ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ നമ്മളും കൂടെ ഒന്ന് അവരോടൊപ്പം പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ മക്കളിലൂടെ നമ്മളും വിദ്യാർത്ഥികളാകുവാൻ, അതിലൂടെ റബ്ബിനെയും പ്രവാചകനെയും ദീനിനെയും അറിയുവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കണ്ടുപഠിക്കുന്നവരാണ് നമ്മുടെ മക്കൾ, കേട്ടുപഠിക്കുന്നവരിനേക്കാളും. നീ അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്താൽ ഒരു കാര്യമില്ല. നിരന്തരമായി നീ അത് ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്നതിനപ്പുറത്ത് എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്യുന്നില്ല, എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നതില്ല എന്നതാണ് അവർക്ക് വലിയ മോട്ടിവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുന്ന നമ്മുടെ മക്കളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബേസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നൽകി ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ